പൃഥ്വിരാജ് വൈശാഖ് കോംബോയുടെ ഖലീഫ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഈ വർഷത്തെ മലയാളം പടത്തിലെ ഏറ്റവും വൺ ഓഫ് ദ ആൻറ്റിസിപ്പേറ്റഡ് മൂവിയാണ് ഖലീഫ. ഇതിൻ്റെ ഗ്ലിംസ് കുറച്ച് നാൾ മുമ്പ് പറയുന്നു, കിട്ടിയ സാധനം. എക്സ്പെഷ്യലി ഇതിൻ്റെ BGM സൈഡ്, ജെയ്ക്സ് പിജി ആണ് ഇതിന് BGM ചെയ്യുന്നത്. ഭയങ്കര ട്രെൻഡായിരുന്നു ആ സാധനം. സോ വൻ പ്രതീക്ഷയുണ്ട്. പിന്നെ നമുക്കറിയുന്നത് മോഹൻലാൽ ക്യാമിയോ റോളി വരുന്നുണ്ട്. ഈ പ്രാവശ്യം ഓണത്തിന് ഇതും അയാം ഗെയിം ഒക്കെ ആയിരുന്നു ഭയങ്കര ഒരു ക്ലാഷും കാര്യങ്ങളായിട്ട് അവർ വന്നുകൊണ്ടിരുന്നത്. പിന്നെ അയാം ഗെയിം ഇപ്പം ഓഗസ്റ്റിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. 21-ാം തീയതി നമ്മുടെ ന്യൂബോളിയുടെ ബദ്ലഹേം കുടുംബ യൂണിറ്റ് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ട്രെയിലർ വന്നു. അത്യാവശ്യം കിടിലൻ സാധനമായിരുന്നു. ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ള പടമാണ്. സെയിം ആണ് ഖലീഫയും. ഭയങ്കര എക്സ്പെക്ടേഷനും അത്യാവശ്യം നല്ലൊരു മാസ് മസാല എൻ്റർടൈൻ വരുന്ന ഒരു പടമാണ്. വൈശാഖാണ് സംവിധായകൻ. സോ അതിൻ്റേതായ എക്സ്പെക്ടേഷൻ ഉണ്ട്. ജിനു എബ്രഹാമാണ് റൈറ്റർ. ജെയ്ക്സ് പിജോയ് BGM. ഇതിൻ്റെ പൃഥ്വിരാജിൻ്റെ ലുക്സും കാര്യങ്ങളൊക്കെ വന്നു, എല്ലാം കിടിലായിരുന്നു. ഇതിൻ്റെ പാട്ടും വന്നു അത്യാവശ്യം നല്ല ഭയങ്കര, അതും ഒരു ട്രെൻഡായി. സോ നമുക്ക് ഏതായാലും ട്രെയിലർ കണ്ടുപോകാം. 2 മിനിറ്റ് 38 സെക്കൻഡ് ഡ്യൂറേഷൻ. ഹൈ ഹോപ്സ്. കൊഫെ പോസാക്. നൈസ് വിഷ്വൽസ്. ജിനു എബ്രഹാം ഇന്നോവേഷൻസ്. ഇതിൻ്റെ ഗ്ലിംസിനകത്തെ നമ്മുടെ ഇന്ദ്രൻസിൻ്റെ നറേഷൻ നല്ല രസമുണ്ട്. അതായത് ഗ്ലാസ് തിരിച്ചങ്ങോട്ടാക്കുന്ന സാധനം, ആ ഒരു ബിൽഡപ്പ് കൊടുക്കുന്ന കിടിലിനായിരുന്നു. കൊഫെ പോസ റിലേറ്റഡ് സാധനമാണ് ഇതിൻ്റെ. നിങ്ങൾ ഗ്ലിംസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്ലിംസിനകത്ത് അത് തന്നെ ടീസ് ചെയ്യുന്നത്. ഓക്കെ, കൊഫെ പോസോ പോലുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിൽ വരാൻ കാരണക്കാരനായ നോട്ടോറിയസ് സ്റ്റാർ സ്മഗ്ലർ മുഹമ്മദ് അലി ലുക്ക് രക്ഷയില്ല അവിടെ. കിടിലൻ. BGM നൈസ്. ജെയ്ക്സ് പിജോയ് കത്തിക്കൽ. ഇത് തിയേറ്ററിൽ ഏറ്റവും കിടിലായിരിക്കും കേട്ടോ. മറ്റേ ആദ്യം ഇറങ്ങിയ BGM കൂടെ വരുമ്പോൾ അടിപൊളിയായിരിക്കും. ഷമ്യത്തിലാണ് നമ്മുടെ അണ്ണൻ, നമ്മളെ കത്തിക്കാത്തൊക്കെ വില്ലൻ. നൈസ്. എന്താ പൊട്ടിക്കാൻ പോവാ. BGM അടിപൊളിയാ. ഞാൻ പൊട്ടിക്കും. ഒന്നാന്തരം സ്മഗ്ലറിന്റെ സകല ഗുണങ്ങളും ഉണ്ടെന്ന് എനിക്ക് അറിയാം. അതിന് വെറുതെ വളമിട്ട് കൊടുക്കരുത്. എന്റെ തന്തയോട് പോയി പറയണം. നീ എവിടെ എത്തിപ്പെടരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവിടെ തന്നെ എത്തിപ്പെട്ടു. അവിടെയാണ് നീ പോയി എത്തി. ചമൻചാക്കോ പുള്ളി ചെയ്യാത്ത പാട്ടമില്ല. ജോമോണ്ടി ജോൺ ആയിരുന്നല്ലേ എൻ്റെ ഫോട്ടോഗ്രാഫി പരിപാടിയല്ല. നിങ്ങൾ ഇന്നലെ പൊട്ടിച്ച എന്റെ പൊന്നൊരു പണവിടെ കുറയാതെ അവരുടെ കൈ തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തത് പൊട്ടും. സിനിമ ഭീഷണി എന്നല്ല സാറേ. ഉമ്മാണ് ഞാൻ ചെയ്യും. പാർട്ട് 1 ലാലേട്ടൻ ഇല്ലേടേ, കാണിക്കുന്നില്ലായിരിക്കുമല്ലോ. ലാസ്റ്റ് കത്തിച്ചു. ഓക്കെ, സെറ്റ്. ഞാൻ പറഞ്ഞു ഇത് ട്രെയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് എനിക്ക് ഈ ആക്ഷൻ മൂവീസ്, അതായത് മാസ് മസാല എൻ്റർടൈൻമെൻറ്റ് വൃത്തിയായിട്ട് എടുത്താൽ ഏത് കാലത്തും ക്ലിക്ക് ചെയ്യുന്നൊരു ജോണറാണ്. അതായത് എക്സ്പെഷ്യലി വൈശാഖ്. നിങ്ങൾക്കറിയാം വൈശാഖിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ മാസ് മസാല എൻ്റർടൈൻ പണ്ടത്തെ ഒരു ടൈപ്പ് തന്നെ ഉണ്ട്. നല്ല അത്യാവശ്യം നല്ല പാട്ടുകൾ, കുറേ നല്ല കഥ, പിന്നെ കുറേ അടി ഇടി ബഹളം എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു, അതൊരു ഭയങ്കര ട്രീറ്റാണ്. എസ്പെഷ്യലി ഓണം, ഈ ക്രിസ്മസ് ഇതുപോലെയുള്ള സീസണിലൊക്കെ പോയി ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ പക്ക ഒരു, അവർക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം പണ്ട് തൊട്ടേ അത്യാവശ്യം അടിപ്പടം വന്നു കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. എനിക്ക് പേഴ്സണൽ ആക്ഷൻ മൂവി ഇഷ്ടമാണ്. വെറുതെ ആക്ഷൻ അല്ല, നല്ലൊരു ത്രെഡാണ്. അതിനകത്ത് കുറേ ഇമോഷണൽ കാര്യങ്ങളെല്ലാം, അതൊരു കംപ്ലീറ്റ് പാക്കേജാണ്. അത് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഏത് കാലത്താണെങ്കിലും വർക്ക് ചെയ്യുന്നൊരു പക്ക ഒരു ജോൺറയാണിത്, ഈ ഒരു മാസ് മസാല എൻ്റർടൈൻമെൻറ്റ്. സോ പൃഥ്വിരാജ്, എസ്പെഷ്യലി എനിക്ക് പൃഥ്വിരാജിനെ ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ്. പിന്നെ പുള്ളിയുടെ ഈ അടുത്ത് വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിച്ച അത്ര വന്നില്ല. ബട്ട് ദിസ് വൺ, ഇതിൻ്റെ ട്രെയിലർ കിടിലാണ്, ഇതിന് മുമ്പ് ഒന്ന് ഗ്ലിംസും കിടിലാണ്.
എസ്പെഷ്യലി ഇതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജെയ്ക്സ് ബിജോയ് പുള്ളി നമുക്കറിയാം, പുള്ളി ഈ ഹൈപ്പ് കയറ്റി അതായത് ഇങ്ങനത്തെ സാധനം ചെയ്യാൻ ബെസ്റ്റാണ്. ഇങ്ങനത്തെ മാത്രമല്ല പുള്ളിയുടെ കിട്ടുന്ന സാധനമുണ്ട്. ബട്ട് ദിസ് കൈൻഡ് ഓഫ് സ്റ്റഫ് ചെയ്യാൻ ഏറ്റവും അടിപൊളി ഇപ്പം മലയാളത്തിൽ ഉള്ളതിൽ ജെയ്ക്സ് ബിജോയ് ആണ്. എനിക്ക് എമ്പുരാനിലൊരു പോരായ്മയായിട്ട് തോന്നിയ ഒരേ ഒരു കാര്യം മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് ഇങ്ങനെയും കൂടെ ആയതെങ്കിൽ, ബട്ട് എമ്പുരാനി കുറേ കുറവുണ്ടല്ലേ പോലും, ടെക്നിക്കലി ഇവിടെ ഓക്കെ ആണെങ്കിൽ പോലും കുറേ അല്ലാത്ത ഭാഗത്ത് കുറേ കുറവുണ്ട്. എസ്പെഷ്യലി BGM ആയിട്ട് ഭയങ്കര ശോകമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ദീപക് ദേവിന് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് മ്യൂസിക് ഡയറക്ടറാണ്. പുള്ളിയുടെ ബെസ്റ്റ് വർക്ക് ഞാൻ വിശ്വസിക്കുന്ന ഒന്ന് ഉറുമി, പിന്നെ മാസ് മസാലയുടെ ഏറ്റവും കൂടുതൽ ഇന്നും ആൾക്കാർ റിപ്പറ്റീഷനായിട്ട് പാടിക്കൊണ്ട് കിടക്കുന്ന സാധനമാണ് പുതിയ മുഖം. സോ ഇതൊക്കെ ചെയ്ത മനുഷ്യൻ തന്നെയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്കറിയാം ലൂസിഫറും ചെയ്ത് അങ്ങനെയായിരുന്നു. ബട്ട് അതിൽ കിട്ടില്ലാണ്ട് ചെയ്ത് വെച്ചു. പക്ഷേ ചില സാഹചര്യങ്ങളാൽ ഇതിനകത്ത് അങ്ങനെ വന്നില്ല. പക്ഷേ ഇത് ഭയങ്കര പ്രോമിസിങ് ആണ്. എനിക്ക് ഭയങ്കര ഹോപ്പുണ്ട്. ഈ ട്രെയിലർ ഉള്ള പോലെയാണ് സിനിമയ്ക്കകത്തെങ്കിൽ ഓണം തൂക്കിയിരിക്കും. പിന്നെ നീമ്പുകളുടെ പടവും വരുന്നുണ്ട്, അതും ഒരു ഫാമിലിക്ക് ഓറിയൻറ്റഡ് മൂവി ആയിരിക്കും. സോ 2 പടം വിജയിക്കട്ടെ. ബട്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് രണ്ടിലും ഇപ്പോൾ ട്രെയിലറും കൂടെ കണ്ടതിന് ശേഷം ഇത് രണ്ടിലും ആദ്യം ഏത് ചൂസ് ചെയ്യും, ഏത് പോയി കാണുമെന്ന് പറഞ്ഞാൽ അഫ്കോഴ്സ് ഞാൻ ഖലീഫയാണ് പോയി കാണുന്നത്. ബിക്കോസ് എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ജോൺട്രെ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നന്നായിട്ട് വരുമെന്നും പ്രതീക്ഷിക്കുന്നു. കാരണം ഇതിൻ്റെ ട്രെയിലർ കട്ടും നൈസാണ്. പിന്നെ ജോമോൻറ്റി ജോൺ ആയിരുന്നു ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി, അതേ വിട്ടുപോയി പറയാം. സോ എല്ലാം കിട്ടില്ല. പിന്നെ പൃഥ്വിരാജിനകത്ത് കുറേ ലുക്സ് ഉണ്ടെന്ന്, 3 ലുക്സ് എങ്ങാണ്ട് മൊത്തത്തിൽ വരുന്നുണ്ട്. കിടിലൻ പുള്ളി. പിന്നെ ഫൈറ്റ് ചെയ്യാൻ മലയാളത്തിൽ അത്യാവശ്യം ഏറ്റവും മോഹൻലാൽ മമ്മൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പം അവർക്ക് പ്രായത്തിൻ്റേതായതുണ്ട്. എന്നാൽ പോലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരുണ്ടെന്ന് ചോദിക്കാൻ പൃഥ്വിരാജ് ആൻഡ് ഉണ്ണിമൂന്തൻ. ബട്ട് പൃഥ്വി കിടിലാണ് ഫൈറ്റ് ചെയ്യാൻ. പുള്ളിയുടെ ആ ഒരു നമുക്കൊരു എനർജി ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട്. സോ ഇതിൻ്റെ ഫൈറ്റ് കുറേ നാൾ കൂടിയാണ് പുള്ളി ഇങ്ങനെ ഫൈറ്റൊക്കെ ചെയ്യുന്നത്. എനിക്ക് കടുവയും കാപ്പയൊക്കെ വന്നാൽ പോലും ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സാധനം. സോ അത് കിട്ടില്ലാണ്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട്. അഫ്കോഴ്സ് വൈശാഖിൻ്റെ പടമാണ്, അതിൻ്റെ ഹോപ്പ് വേറെ ഉണ്ട്. എനിക്ക് ഭയങ്കര ട്രെയിലർ ഇഷ്ടപ്പെട്ടു. സോ ഇതൊക്കെയാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഏതായാലും നമുക്ക് ഓണം കത്തിക്കാം. എനിക്കെൻ്റെ ക്ലൈമാക്സ് ഷോട്ട് നമ്മൾ ലാലേട്ടനെ കാണിച്ച് കിട്ടില്ല. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഇതിനകത്ത് കുറച്ച് ഭാഗം കാണുള്ളൂ, ഒരു ജസ്റ്റ് ക്യാമിയോ. പുള്ളിയുടെ ഉപ്പൂപ്പയല്ലേ, അച്ഛൻ്റെ അച്ഛനാണെന്ന് തോന്നുന്നു. അഹമ്മദ് അലിയോ അഹമ്മദ് അലിയാണോ മുഹമ്മദ് അലിയാണോ? ഓക്കെ, അഹമ്മദ് അലി ആയിരുന്നു. മാമ്പ്രക്കൽ അഹമ്മദ് അലി, അത് പൃഥ്വിയാണോ? വിട്ടുപോയി. സോ പുള്ളിയുടെ ചെറിയൊരു കാര്യങ്ങളാണ് ഇതൊക്കെയുള്ളൂ. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2-ലായിരിക്കും ലാലേട്ടനെ. പിന്നെ പാർട്ട് 2 ഒക്കെ ഈ പാർട്ട് 1 വെച്ച് ഡിപ്പെൻസ് ആയിരിക്കും. ബട്ട് എനിക്ക് ഏതായാലും ട്രെയിലർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ കുറേ നാൾ കൂടി ഒരു മാസ് മസാല എൻ്റർടൈൻമെൻറ്റ് അത് കറക്റ്റായിട്ട് ഡെലിവർ ആകും കൂടെ പറ്റുവാണെങ്കിൽ സെറ്റാണ്. ഓണത്തിനൊക്കെ പോയി ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ഐറ്റമാണ്. സോ പഴയ ആൾക്കാർക്ക് ഇങ്ങനത്തെ സാധനമാണ് ഇഷ്ടം. ഈ അടിപ്പടങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്, നമ്മുടെ ഈ ഗ്രാൻഡ് പാരൻസൊക്കെ. അവർക്ക് ഇന്നത്തെ പടങ്ങൾ ഇഷ്ടപ്പെട്ടാൽ പോലും അവരുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന അവർ കണ്ടു വളർന്ന കുറേ ടൈപ്പ് സാധനങ്ങളുണ്ട്. അതിൽ എക്സ്പെഷ്യലി ജോഷിയുടെ ഷാജി കൈലാസിൻ്റെ ഷാജി കൈലാസ്, നമ്മുടെ ഇപ്പം അവരൊന്നുമില്ല, നമ്മുടെ തമ്പി കണ്ണന്താനം, അവരുടെയൊക്കെ പടങ്ങളാണ് ഇവർക്കൊക്കെ ഇഷ്ടം. കാരണം അങ്ങനത്തെ ഒരു മാസ് മസാല സാധനം. ഇപ്പോൾ അങ്ങനത്തെ ഡയറക്ടേഴ്സ് ആയപ്പോഴും ഷാജി കൈലാസ് അല്ല, പുള്ളി ഇപ്പോൾ ഫീൽഡ് ഔട്ട് എന്ന രീതി പോലെയാണ്. ബട്ട് എനിക്ക് കടുവയൊക്കെ ഇഷ്ടപ്പെട്ടൊരു ആളാണ് ഞാൻ. എനിക്ക് ആ ഒരു ജോൺട്രെ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. സോ ആ ജോൺട്രിൽ തന്നെ വന്ന പടം കടുവയും കാപ്പയും എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് അത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ലാസ്റ്റ് ഇറങ്ങിയ പടങ്ങളൊക്കെ ശോകമായിരുന്നു. ഇപ്പോൾ ഈവൻ ഹണ്ട് എന്ന് പറഞ്ഞ പടം ഇറങ്ങിയായിരുന്നു. പിന്നെ ഷാജി കൈലാസിന് ഏറ്റവും അവസാനം ഇറങ്ങിയ നമ്മുടെ ജോജുവിൻ്റെ വരവ്, അതും എനിക്ക് വലിയൊരു വർക്കായിട്ടില്ല. ബട്ട് പിന്നെ ജോഷിയാണ് ആ ഒരു ഇതിൽ ഇപ്പോഴും നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാനം ഇറങ്ങിയ പൊറിഞ്ചുമറിയും ആണേലും, പിന്നെ പൊറിഞ്ചുമറിയും നമ്മുടെ പാപ്പൻ ലാസ്റ്റ് ഇറങ്ങിയ ജോജുവിനെ ചെറുപ്പോടെ കൊണ്ടുള്ള ആൻ്റണി. പക്ഷേ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടോടല്ല. ബട്ട് ഞാനത് ചുമ്മാ ഇത് കണ്ടപ്പോൾ എനിക്ക് കണ്ടിരിക്കാൻ ഒരിതുണ്ടായിരുന്നു. അത്രയും പ്രായമായിട്ടും പുള്ളി ആ ട്രെൻഡിൽ ഇപ്പോഴും ആൾക്കാരുമായിട്ട് കോപ്പറേറ്റ്, അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് ഈ ട്രെൻഡിനനുസരിച്ച് പുള്ളി ജയനെ വെച്ചൊരു പടം എടുത്ത മനുഷ്യനാണ് ഇപ്പോഴും പടം എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അതൊരു വലിയ കാര്യമാണ്. പിന്നെ പുള്ളിയുടെ ഒരു വേ ഓഫ് മേക്കിംഗ് അടിപൊളിയാണ്. പുള്ളിയോട് ഇനി അടുത്ത പടം വരാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു, അതും ജോജുവിനെ വെച്ചാണെന്നാണ് തോന്നുന്നത്. സോ അതുപോലുള്ള ഇങ്ങനത്തെ മാസ് മസാല സാധനങ്ങളും വരട്ടെ. എല്ലാ ടൈപ്പ് പടങ്ങളും വേണമല്ലോ. നമുക്ക് ഈ റിയലിസ്റ്റിക് മാത്രം പോലെ റിയലിസ്റ്റിക്കും എല്ലാ ടൈപ്പ് പടങ്ങളും എല്ലാ ഓഡിയൻസിനും തൃപ്തിപ്പെടുന്നു. ഈ ഒരു ജോണറുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാത്തരം ഓഡിയൻസിനും തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ഒരു കാലിബറിലുള്ള സിനിമയായിരിക്കും ഈ ഒരു മാസ് മസാല എൻ്റർടൈൻമെൻറ്റ്. അത് എല്ലാവർക്കും വർക്കാവും പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്താൽ. സോ ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട്. സോ നല്ലൊരു പടമാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ട്രെയിലർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സ് ചെയ്യപ്പെടുത്താം. മറ്റൊരു ഇറ്റ്സ് മീ അഭിജിത്ത്, താങ്ക് യു ഫോർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്.